ഹലോ മച്ചന്മാരെ, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു ഹൈടെക് ചെടിച്ചട്ടിയാണ്. ഹൈടെക് ചെടിച്ചട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചെടി ഈ ചെടിച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എക്സ്പ്രഷൻ ഉണ്ടാകുന്ന തുടങ്ങും. അതായത് അതിൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണോ അത് നമ്മളായിട്ട് ഷെയർ ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുള്ളി ചെടിയാണ്, കാക്ടസ് പ്ലാന്റ് ആണ്. ഞാൻ കാക്ടസ് പ്ലാന്റ് ഒരു ഹ്യൂജ് ഫാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെടി ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. മീൻസ് ചെടിക്ക് പ്രോപ്പറായിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ട്, ടെമ്പറേച്ചർ കറക്റ്റാണ്, ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ചെടി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ, ഈ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ ചെടി നമുക്ക് കറസ്പോണ്ടിങ് ഇമോഷൻസ് കാണിച്ചു തരും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ചെടിക്ക് തീരെ വെള്ളമില്ലാത്ത സിറ്റുവേഷൻ ആണ്, ചെടി നമുക്ക് ദാഹിക്കുന്ന ഇമോജി കാണിച്ചു തരും. ബട്ട് ഇപ്പം ജലാംശം ഉള്ളതുകൊണ്ട് കാണിക്കില്ല. അപ്പോൾ നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ 10 മിനിറ്റ് മുമ്പാണ് വെള്ളം നനച്ചത്. നമുക്കൊരു 10-15 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ആ ടൈം കഴിഞ്ഞ് നോക്കി നോക്കാം ചെടി ഡ്രൈ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ ഡ്രൈ ആയാലും നമുക്ക് അന്നേരത്തെ ഇമോഷൻസ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം. ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെടി ഡ്രൈ ആണ്. അപ്പം ഡ്രൈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമോജി ഇപ്പം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ എടുക്കുന്നത് ഒരു പേപ്പർ കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ലൈവായിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാം. ഗൈസ്, നമ്മുടെ ചെടി ഹാപ്പിയായി. ഇനി നമുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറും കൂട്ടിയും കുറച്ച് നോക്കാം. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ കൂട്ടാൻ ഞാൻ എടുക്കുന്നത് സാധാരണ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ് ബൾബാണ്, ടങ്സ്റ്റൺ ബൾബാണ്. പിന്നെ ടെമ്പറേച്ചർ കുറക്കാൻ ഞാൻ എടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. നമുക്കത് വെച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ എന്ത് എക്സ്പ്രഷനാണ് കാണിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പം ഞാൻ കുറച്ച് ആദ്യം ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് വെച്ച് നോക്കാം. കണ്ടോ ഗൈസ്, തണുത്ത് പറക്കുന്നത് കണ്ടോ? ചെടി തണുത്ത് പറക്കുന്നത് കണ്ടോ ഗൈസ്? ഇനി നമുക്ക് ബൾബ് വെച്ച് നോക്കാം. ഭയങ്കര ചൂടാണ് ഗൈസ്, വെക്കണ്ട ഒരു രക്ഷയില്ല. ഇപ്പം ചെടി കരിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഓ ഗൈസ്, പനി പിടിച്ച ഇമോജി കാണിക്കുന്നുണ്ട്. ആ ഒരു സിക്ക് ഇമോജിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സിക്കായിട്ട് നമുക്ക് കാണിച്ചു തരും. ഫൈനലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ നമ്മുടെ ചെടീൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, എന്ത് ഇമോജിയാണ് ചെടി നമുക്ക് ലോഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കാൻ ഞാൻ ഇപ്പോൾ പോയി ഓഫ് ആക്കുന്നില്ല. ഞാൻ അതിന് വേണ്ടി ഓൾറെഡി ഒരു ബോട്ടിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിനോട് പറഞ്ഞു നോക്കാം അത് ചെയ്യുമോ ഇല്ലയോ എന്ന്. ജാവിസ്, ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ഓ ഗൈസ്, നമ്മളെ ബോട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെടി കണ്ട സ്ലീപ്പ് ഇമോജി കാണിക്കുന്നുണ്ടോ? ദാറ്റ് മീൻസ് ലൈറ്റൊന്നും ഇല്ല. നോ, ലൈറ്റ് ഭയങ്കര കുറവാണ്. അതായത് അതിന് വേണ്ടത്ര ലൈറ്റ് വരെ കിട്ടുന്നില്ല എന്നാണ് ആ ഇമോജി കൊണ്ട് ചെടി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ ലൈറ്റ് തിരിച്ച് ഓണാക്കി കഴിഞ്ഞാൽ അത് പണ്ടത്തെ ഹാപ്പി ഇമോജിയിലേക്ക് വരുന്ന നിങ്ങൾക്ക് ട്രാൻസിഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെടിക്കും ഓരോ ടെമ്പറേച്ചറും ഓരോ ഇതൊക്കെ നമ്മൾ മോയ്സ്ചർ ലെവലൊക്കെ നമ്മൾ കോഡിൽ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് ചെടി നമ്മുടെ പോയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്തുള്ളൂ. പിന്നെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം വർക്കിംഗ് ഫുള്ളായിട്ട് പറയണം. ഇനി ഇതിൻ്റെ ബിൽഡിംഗ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഫുള്ളിങ്ങനെ സ്പീഡായിട്ട് പറയുള്ളൂ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ ഡിസ്ക്രിപ്ഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിൽഡിംഗ് കണ്ടൂടെ? ഓക്കെ, നമുക്ക് ബിൽഡിങ്ങിലേക്ക് പോവാം. ഈ 3 സെൻസർ ഉപയോഗിച്ചാണ് മണ്ണിൻ്റെ ഈർപ്പം പിന്നെ ടെമ്പറേച്ചറും ലൈറ്റൊക്കെ അളക്കുന്നത്. ഇതിൻ്റെ ഡാറ്റയൊക്കെ പോകുന്ന ഒരു മിനി കമ്പ്യൂട്ടറിലേക്കാണ്. ഇതിൻ്റെ പേര് Py0 എന്നാണ്. സെൻസർ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡൊക്കെ നമ്മൾ ഇതിലാണ് റൺ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഡിസ്പ്ലേ. ഇതിലാണ് ഇമോജി നമ്മൾ ലോഡ് ചെയ്ത് കാണിക്കുന്നത്. ഇത് 2 ഇഞ്ചിൻ്റെ LCD മൊഡ്യൂളാണ്. IPS പാനൽ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 240x320 ആണ്. ഇതാണ് നമ്മുടെ ഫുൾ ഹാർഡ്വെയർ സെറ്റപ്പ്. ഇതിപ്പം കാലിബ്രേഷൻ ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ കോഡ് എഴുതുന്നത്. ഇത് ശരിക്കും റാസ്ബെറിൻ്റെ ഡിസ്പ്ലേ ഔട്ടാണ്. ഇതിൻ്റെ കോഡ് സെറ്റാക്കി എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതാണ് ഇത്ര ഈ വീഡിയോ ഡിലേ ചെയ്യാൻ കാരണം. ഇതിൻ്റെ കേസ് 3D പ്രിൻ്ററാണ്. ഡിസൈൻ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഈ പ്രാവശ്യം ചെയ്തത് ഫ്യൂഷൻ 360 ഭയങ്കര വെർസറ്റൈലായുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫ്യൂഷൻ 360 യൂസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഹാർഡ്വെയർ ഫുള്ളൊക്കെ ഇതിൽ കയറ്റി വെച്ചിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റിനെ ശരിക്കും പെറ്റായിട്ട് കാണുന്നവർക്ക് ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഇനിയും കാണണമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വീഡിയോ ലഭിക്കുന്നതാണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റ്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പം ബൈ.